കേരള തീരത്തിനടുത്ത് ഏതാണ്ട് 66 നോട്ടിക്കൽ മൈൽ അകലെ, അത് ഏതാണ്ട് അഴീക്കൽ തുറമുഖത്തിനടുത്താണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അഴീക്കൽ തുറമുഖത്തിനടുത്ത് 66 നോട്ടിക്കൽ മൈൽ അകലെയാണ് ചരക്ക് കപ്പലിൽ തീപിടിച്ചിട്ടുള്ളത്. വാൻഹായ് എന്ന് പറയുന്ന തായ്വാൻ ആസ്ഥാനമായുള്ള ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലാണിത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കപ്പലിന് 40 ജീവനക്കാരുണ്ട് എന്ന് പറയുന്നു. ചരക്ക് കപ്പലാണിത്. വിവരം നൽകിയായിരുന്നു KR സാജു. സാജു, ഇത് അഴീക്കലിനടുത്താണോ ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്? അഴീക്കലാണോ ഏറ്റവും അടുത്ത തീരം? അജിംസ്, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കേരള തീരത്തു നിന്നുള്ള ഏറ്റവും അടുത്ത ദൂരം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. 66 നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 120 കിലോമീറ്ററുകൾക്ക് അപ്പുറം ദൂരം വരും. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളമോ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കോ ഒന്നും നേരത്തെ ഉണ്ടായ കപ്പൽ അപകടം പോലെ വലിയൊരു അലേർട്ടിന്റെ പശ്ചാത്തലം ഇപ്പോൾ വരുന്നില്ല. ഇപ്പോൾ പ്രാഥമികമായും ചരക്ക് കപ്പലിന് തീപിടിച്ചിരിക്കുന്നു. ആ കപ്പൽ, വാൻഹായ് കപ്പലിന്റെ തീ അണയ്ക്കുക, അതിലുള്ള ജീവനക്കാരെ രക്ഷപ്പെടുത്തുക എന്ന ദൗത്യമാണ്. അതിനായി കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും കപ്പലുകൾ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്ററുകൾ അടക്കമുള്ളവയുടെ സഹായവും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തന ദൗത്യത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. കൊളംബോയിൽ നിന്നും മുംബൈയിലേക്ക് പോകുകയായിരുന്നു ഈ ചരക്ക് കപ്പൽ എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇതിൽ നിന്നും കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ട് എന്ന വിവരവും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഏതായാലും സംസ്ഥാനത്തിന് കോസ്റ്റ് ഗാർഡ് വിവരം ഇപ്പോൾ കൈമാറിയതേ ഉള്ളൂ. സ്വാഭാവികമായും ഇതിനകത്ത് പുതിയ വിവരങ്ങൾ വരേണ്ടതുണ്ട്. ഈ കപ്പലിൽ നിന്നും ജീവനക്കാരിൽ ചിലർ കടലിലേക്ക് ചാടിയതായി അടക്കമുള്ള വിവരങ്ങൾ ഉണ്ട്. വാൻഹായ് 503 എന്ന കപ്പലാണ് ഇത്. സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കപ്പൽ എന്ന സൂചനകൾ ഈ ഘട്ടത്തിൽ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച കൂടുതൽ സ്ഥിരീകരണങ്ങൾ നമുക്ക് കോസ്റ്റ് ഗാർഡിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്. കപ്പൽ ഇപ്പോൾ കടലിലെ രക്ഷാദൗത്യം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വേണ്ടിവരും. ഏതായാലും ചരക്ക് കപ്പലിന് തീ പിടിച്ചിരിക്കുന്നു എന്ന സ്ഥിരീകരിച്ച വിവരം തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാനുള്ളത്. സ്വാഭാവികമായി നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ മെയ് 25-ന് സംസ്ഥാനത്തിന്റെ തീരത്ത് ഒരു ചരക്ക് കപ്പൽ മറിഞ്ഞിരുന്നു, MSC എൽസ 3. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇപ്പോഴും നിൽക്കുന്ന ഒരു സമയമാണ്. അതിനിടയിലാണ് മറ്റൊരു ചരക്ക് കപ്പലിന് തീ പിടിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഉള്ള വിവരങ്ങൾ ലഭ്യമാകുന്നത്. പക്ഷെ കേരള തീരത്തു നിന്നും കേരളത്തിന്റെ അധികാര പരിധിക്ക് പുറത്താണ്, സംസ്ഥാനത്തിന്റെ അധികാര പരിധിക്ക് പുറത്ത് നടന്നിരിക്കുന്ന ഒരു സംഭവമാണ്. അതിനകത്ത് കോസ്റ്റ് ഗാർഡിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമേ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെയും കൈവശമുള്ളൂ. അപ്പോൾ ഇനി രക്ഷാപ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിൽ പുരോഗമിക്കുന്നു, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നതാണ് അടക്കം അറിയേണ്ടതുണ്ട്. പ്രാഥമികമായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കപ്പൽ മുങ്ങിയിട്ടില്ല, അതിന് തീപിടിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. അജിംസ്.